ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പലരും ചരടുകൾ ധരിക്കാറുണ്ട്. പ്രത്യേകിച്ചും യുവജനങ്ങൾ പല നിറത്തിലുള്ള ചരടുകൾ ക്ഷേത്രങ്ങളിൽ നിന്ന് വാങ്ങി കയ്യിലും കഴുത്തിലുമായി ധരിച്ച് നടക്കാറുണ്ട്. ഇവരിൽ വലിയൊരു വിഭാഗവും ഫാഷന് വേണ്ടിയാണ് ഈ ചരടുകൾ ധരിക്കുന്നത്. എന്നാൽ പൂജിച്ച ചരടുകൾ ധരിക്കുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും അതിനാൽ അവ ധരിക്കുമ്പോൾ ചിലത് ശ്രദ്ധിക്കണമെന്നതും ഓർമ്മിപ്പിക്കുന്നു. പല നിറത്തിലുള്ള ജപിച്ച ചരടുകളുണ്ടെങ്കിലും ഓരോ നിറത്തിലുമുള്ള പൂജിച്ച ചരടുകൾക്കും അതിൻ്റേതായ ഫലസിദ്ധിയുണ്ട്. കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് തുടങ്ങിയ നിറങ്ങളിലുള്ള ചരടുകളാണ് പൊതുവായി പൂജിച്ച് ധരിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. ഈ നിറങ്ങളെല്ലാം നവഗ്രഹങ്ങളിലെ ഓരോ അധിപന്മാർക്കും പ്രീതികരമായത് കൂടിയാണ്. അതിനാൽ പൂജിച്ച ചരടുകൾ ധരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുക. കറുത്ത ചരട്, അതിനെപ്പറ്റിയാണ് ആദ്യം പറയുന്നത്. നവഗ്രഹങ്ങളിലെ ശനി, രാഹു പ്രീതികരമാണ് കറുപ്പ് നിറം. പൂജിച്ച കറുത്ത ചരട് ധരിക്കുന്നത് ശനി, രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ നീക്കാൻ ഉത്തമമാണ്. ദൃഷ്ടിദോഷം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും കറുത്ത ചരട് ധരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ അരയിലും കുട്ടികളുടെ മുതിർന്നവരുടെയും കൈത്തണ്ടയിലും അല്ലെങ്കിൽ മാലയായി കറുത്ത ചരട് ധരിക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ 28 കെട്ടിന് കറുത്ത ചരടിൽ പഞ്ചലോഹം ചേർത്താണ് കെട്ടുന്നത്. ഇത് കുഞ്ഞിന് ഭവിക്കാവുന്ന ദോഷപ്രഭാവങ്ങളെ അകറ്റി നിർത്തുമെന്നാണ് വിശ്വാസം. അടുത്തത് ചുവപ്പ് ചരട്. നവഗ്രഹങ്ങളിലെ ചൊവ്വയ്ക്ക് പ്രീതികരമാണ് ചുവപ്പ് നിറം. ദേവീക്ഷേത്രങ്ങളിൽ നിന്നാണ് സാധാരണ ചുവന്ന ചരട് പൂജിച്ച് കെട്ടുന്നത്. ശത്രുദോഷം നീങ്ങാനും ബാധാദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനും ചുവന്ന ചരട് കെട്ടാറുണ്ട്. പൂജിച്ച ചുവന്ന ചരട് പുരുഷന്മാരും സ്ത്രീകളും ധരിക്കാറുണ്ട്. അവിവാഹിതരായ സ്ത്രീകൾ വലത് കൈയിലും വിവാഹിതരായ സ്ത്രീകൾ ഇടത് കൈയിലുമാണ് പൂജിച്ചു വച്ച ചുവന്ന ചരട് കെട്ടേണ്ടത്. ദീർഘായുസ്, ശത്രുദുരിതങ്ങളിൽ നിന്നുള്ള രക്ഷ, എല്ലാ ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണമൊക്കെയാണ് ചുവന്ന ചരട് പ്രദാനം ചെയ്യുന്നത്. അടുത്തത് മഞ്ഞച്ചരട്. നവഗ്രഹങ്ങളിലെ വ്യാഴത്തിന് പ്രീതികരമാണ് മഞ്ഞ നിറം. സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യങ്ങളുടെയും കാരകനാണ് വ്യാഴം. അതിനാൽ മഞ്ഞച്ചരട് ജപിച്ച് കെട്ടിയാൽ സകല സൗഭാഗ്യങ്ങളും പ്രദാനമാകും. മഹാവിഷ്ണുവിനും പ്രീതികരമാണ് മഞ്ഞച്ചരട്. മംഗല്യ സമയത്ത് താലി മഞ്ഞച്ചരടിൽ കോർത്താണ് ധരിക്കുന്നത്. ദാമ്പത്യം സന്തോഷകരവും വിജയകരവുമാക്കുവാനാണ് മഞ്ഞച്ചരടിൽ താലി ധരിക്കുന്നത്. അതിനാൽ പൂജിച്ച മഞ്ഞച്ചരട് ധരിക്കുന്നത് പങ്കാളിക്കും അനുഗ്രഹപ്രദമാകും. കൂടാതെ നല്ല ദാമ്പത്യവും പ്രധാനമാകും. അടുത്തത് ഓറഞ്ച് ചരട്. നവഗ്രഹങ്ങളിലെ ആദിത്യന് പ്രീതികരമാണ് ഓറഞ്ച് നിറം. സൂര്യപ്രീതികരമായ ഓറഞ്ച് നിറത്തിലുള്ള ചരട് ജപിച്ച് കെട്ടിയാൽ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റി നിർത്തി ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ആദിത്യ ദോഷ സംബന്ധമായ ദുരിതങ്ങൾക്ക് പരിഹാരമായി ആദിത്യ മന്ത്രത്താൽ ജപിച്ച് കെട്ടിയ ഓറഞ്ച് ചരട് ധരിക്കുന്ന വളരെ ഉത്തമമാണ്. ഓറഞ്ച് നിറത്തിലെ ചരടുകൾ പ്രശസ്തിയും ശക്തിയും കൊണ്ടുവരുമെന്നും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം. എല്ലാ നിറങ്ങളിലുമുള്ള പൂജിച്ച ചരടുകൾ ചേർത്ത് ആളുകൾ ധരിക്കാറുണ്ട്. ദോഷങ്ങളും ദുരിതങ്ങളും അകറ്റി അഭിവൃദ്ധിയും ആരോഗ്യവും പ്രദാനം ചെയ്യുമെന്നാണ് ഇതിൻ്റെ വിശ്വാസം. പൂജിച്ച ചരടുകൾ പൊതുവെ 51 ദിവസം അല്ലെങ്കിൽ 108 ദിവസം മാത്രം ധരിക്കാനുള്ളതാണ്. അതിനുശേഷം ഈ ചരടുകൾ ധരിക്കുന്നത് നല്ലതല്ല. പൂജിച്ച ചരടുകൾ കടിക്കുക, പൊട്ടിയത് കൂട്ടിക്കെട്ടി വീണ്ടും ധരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.